നമസ്കാരം. പരിഷ്കരിച്ച വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു ഒരു മതത്തിന്റെയും സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറിയിട്ടില്ലെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പള്ളികളുടെ നിയന്ത്രണത്തിൽ ഇടപെടുന്ന ഒന്നും ബില്ലിൽ ഇല്ല. നടപടികൾ സുതാര്യമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8 മണിക്കൂർ ബില്ലിന്മേൽ സഭയിൽ ചർച്ച നടത്തും. ശേഷം കിരൺ റിജിജു സഭയിൽ മറുപടി നൽകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചർച്ചയിൽ സംസാരിക്കും. ബില്ലിനെതിരെ ശക്തമായി പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്നാൽ എടുത്തു പറയേണ്ട കാര്യം, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സഭയിൽ എത്തിച്ചേർന്നിട്ടില്ല. പ്രതിപക്ഷം പറഞ്ഞത് അനുസരിച്ചാണ് ബിൽ സംയുക്ത പാർലമെന്ററി സമിതി അഥവാ JPCക്ക് വിട്ടത്. സമിതി നിർദ്ദേശിച്ച മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ബിൽ ഭരണഘടനാ വിരുദ്ധമല്ല. പ്രതിപക്ഷം നുണ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേന്ദ്രം അധികാരങ്ങളിൽ കൈകടത്തില്ല. സർക്കാർ ഭൂമിയിൽ പോലും വഖഫ് അവകാശം ഉന്നയിക്കുന്നു. UPA ഭരണകാലത്ത് വഖഫ് ബോർഡിന് അനിയന്ത്രിതമായ അധികാരമാണ് നൽകിയത്. UPA ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് മന്ദിരം പോലും വഖഫിന് നൽകുമായിരുന്നു. നിങ്ങൾ മതത്തിന്റെയും വോട്ട് ബാങ്കിന്റെയും പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. മുസ്ലിങ്ങളെ 70 വർഷമായി കോൺഗ്രസ് വഞ്ചിച്ചു. ഞങ്ങൾ വഖഫ് ഭൂമി പാവപ്പെട്ട മുസ്ലിങ്ങൾക്കായി ഉപയോഗിക്കും. വഖഫ് ബോർഡിൽ വനിതാ പ്രാതിനിധ്യം എവിടെയാണ്? എല്ലാ വിഭാഗങ്ങളെയും വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് വിഭാവനം ചെയ്യുന്നത്. മുസ്ലിം സംഘടനകളെ പ്രതിനിധീകരിക്കുന്നതല്ല ബോർഡെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. KCBCയും CBCIയും ബില്ലിനെ പിന്തുണയ്ക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ ബില്ലിനെ എതിർത്താൽ ജനവിരോധം നേരിടേണ്ടി വരും. ബില്ലിൽ 284 സംഘങ്ങൾ അഭിപ്രായം അറിയിച്ചു. 97 ലക്ഷം നിർദ്ദേശങ്ങൾ JPCക്ക് ലഭിച്ചു. അതെല്ലാം വിശദമായി പരിശോധിച്ചു. ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരും. മതനേതാക്കളെ കണ്ട് അഭിപ്രായങ്ങൾ തേടിയിരുന്നു. കോൺഗ്രസ് കാലത്തെ നിയമങ്ങൾ പോലെയല്ല. വഖഫ് നിയമനങ്ങളിൽ അടക്കം അധികാരം സംസ്ഥാനത്തിനായിരിക്കും. മുനമ്പത്ത് 600 ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ ഭൂമി വഖഫ് ബോർഡ് പിടിച്ചെടുത്തു. ഭേദഗതി ബിൽ പാസ്സായാൽ അവരുടെ ഭൂമി തിരിച്ചു കിട്ടും, കിരൺ റിജിജു പറഞ്ഞു. വഖഫ് സ്വത്തിൽ അവകാശം ഉന്നയിക്കുവാൻ രേഖ നിർബന്ധമാക്കുമെന്നതാണ് ബില്ലിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന്. സ്ത്രീകളെയും അമുസ്ലിങ്ങളെയും ബോർഡിൽ ഉൾപ്പെടുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നു. ട്രൈബ്യൂണൽ വിധിയിൽ ആക്ഷേപമുള്ളവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബില്ലിൽ നിഷ്കർഷിക്കുന്നു. 5 വർഷം ഇസ്ലാം മതം പിന്തുടർന്നവർക്ക് മാത്രമേ വഖഫ് നൽകാനാവൂ എന്ന വ്യവസ്ഥയും ബില്ലിലുണ്ട്. വഖഫ് ബൈ യൂസർ എന്ന വ്യവസ്ഥയ്ക്ക് പകരം വഖഫ് ഡീഡ് എന്ന വ്യവസ്ഥ നിർബന്ധമാക്കി. വഖഫ് സംബന്ധിച്ച ട്രൈബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാമെന്നും സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ 90 ദിവസത്തിനകം വഖഫ് പോർട്ടലിലും ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്യാത്ത വഖഫ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.